ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്കെന്നല്ല ഒരച്ഛനും ഉറക്കം വരില്ല. ചേച്ചി അതല്ല. നീ ഒന്നും പറയണ്ട, ഞാനില്ലേ ഇവിടെ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നാളെ തന്നെ ഞാൻ പരിഹാരം കാണുന്നുണ്ട്. ചന്ദ്രികയാണല്ലോ. ആ ചന്ദ്രു. മാധവേട്ടന് ആഹാരം കഴിച്ചോ? ഇല്ല. അത്താഴം കഴിക്കുന്ന സമയമായല്ലോ. എന്താ മാധവേട്ട വൈകുന്നത്? കഴിക്കാം. എന്താ അവിടെ ആഹാരം കഴിക്കാൻ വല്ല തടസ്സമുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. ഒരു 10 മണി ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മുതലാളി ഉറങ്ങുകയെ. സെക്യൂരിറ്റി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാല് അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്താ ചന്ദ്രു, ഞാനൊരു തമാശ പറഞ്ഞിട്ട് ചന്ദ്രു ചിരിക്കാത്തത്? മാധവേട്ട, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. ഗുളിക കഴിക്കാനുള്ളതാ. ചന്ദ്രു ആഹാരം കഴിച്ചോ? ഇല്ല. ആഹാ, താൻ ആഹാരം കഴിക്കേ. സമയം വൈകിയില്ലേ? മാധവേട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ശരി.
രണ്ടുറക്കം കഴിയേണ്ട സമയമായല്ലോ. എന്തേ നിനക്ക് ഉറക്കം വരുന്നില്ലേ? എന്താ കർണാര, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല ചേച്ചി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? അല്ല, ഉറക്കം കെടാൻ അസുഖങ്ങൾ തന്നെ വേണമെന്നില്ലല്ലോ. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളായാലും മതിയല്ലോ. നിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. ആ ശാപം പിടിച്ച വന്ദനയും അവളുടെ കുട്ടിപ്പിശാചുമല്ലേ? അതെന്നാണ് ഉത്തരം. പക്ഷെ നീ അത് തുറന്നു പറയില്ലെന്ന് ചേച്ചിക്കറിയാം. നിന്റെ മനപ്രയാസം എനിക്ക് നന്നായിട്ട് അറിയാടാ. യുവജന നേതാവും നിന്റെ വലങ്കയുമായിരുന്ന ജഗൻ ഭാര്യയായി സ്വീകരിച്ചത് സ്വഭാവശുദ്ധിയില്ലാത്ത ഒരു പെണ്ണിനെയാണ്. ആ ബന്ധം നിനക്ക് അംഗീകരിക്കേണ്ടി വന്നു. അല്ല, നീ നിർബന്ധിതനായി. ശരിയല്ലേ? നിന്റെ പ്രൗഢിക്കും അന്തസ്സിനും ഒട്ടും ചേരാത്ത ബന്ധം. ജഗന്റെ രക്തത്തിൽ ജനിക്കാത്ത കുഞ്ഞ് നാളെ നിന്നെ മുത്തച്ഛാന്ന് വിളിക്കുമ്പോ നിനക്ക് താങ്ങാൻ കഴിയില്ല. അതും ചേച്ചിക്കറിയാം. ആകെയുള്ള ഒരേ ഒരു മോള് ജീവിതം തകർന്ന് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്കെന്നല്ല ഒരച്ഛനും ഉറക്കം വരില്ല. ചേച്ചി അതല്ല. നീ ഒന്നും പറയണ്ട, ഞാനില്ലേ ഇവിടെ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നാളെ തന്നെ ഞാൻ പരിഹാരം കാണുന്നുണ്ട്. പുറത്തു നല്ല മഞ്ഞുണ്ട്. ചേച്ചി പോയി കിടന്നോ. കൊട്ടാ